അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷനിലുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ വെളി വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷഫീന ബീബി ഉണ്ട്. അപ്പോൾ ഷഫീന ബീബിക്ക് ആരോ, അതായത് ഹൻസികയുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്ന ആരോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തതായിരുന്നു. അവർ നമ്മുടെ രേണുസുതി ഫാൻ ആയിരുന്നു ഓഫ് കോഴ്സ്. അപ്പം രേണുസുതി മാത്രം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണോ പ്രശ്നം, അപ്പോൾ ഹൻസികയൊന്നും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലേ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞു, കുറേ പേരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പം എനിക്കും കുറച്ച് സംസാരിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ആക്ച്വലി ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ഇവർക്ക് സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഇവർ ഷെയർ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡാൻസിൻ്റെ വീഡിയോ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ടോ, അല്ലെങ്കിൽ ഡാൻസിൻ്റെ ആ ഒരു സംഭവമായിരിക്കും. ആക്ച്വലി ഇവർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് എല്ലാവരും തന്നെ. ഇപ്പോൾ അവരുടെ തന്നെ എന്തോ ഒരു ഫിലിം വരാൻ പോകുന്നു, അതായത് ഹാനകൃഷ്ണനും ഹൻസികയുടെയും കൂടെ ഒരു മൂവി വരാൻ പോകുന്നു. ആൻഡ് ഓൾസോ ഇവർക്ക് ഡ്രസ്സിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ യൂട്യൂബ് ആണെങ്കിലും ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള ഒരു വലിയൊരു നല്ല എമൗണ്ട് ഒക്കെ കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ 1.6 മില്യൺ 6 ആണെന്ന് തോന്നുന്നു 6 മില്യൺ ഓളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വലിയ യൂട്യൂബ് ചാനലും ഒരു ഇൻസ്റ്റഗ്രാം ചാനലും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു ഫാമിലി എന്നുള്ളൊരു കുട്ടിക്ക് ഇനി സബ്സ്ക്രിപ്ഷനും കൂടെ ചെയ്ത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിലൂടെ ഇങ്ങനെ കാണിച്ചിട്ട് എന്തിനാണൊരു പൈസ എന്നുള്ളത്. കാരണം ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ മണി ഉണ്ടാക്കുന്ന കുട്ടി, ഇപ്പം ഈവൻ നമുക്ക് രേണുസുതി ആണെങ്കിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബം നോക്കാനാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിഷാനയാണെങ്കിലും നിമിഷ വിജയ് ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ആണെങ്കിലും പറയുന്നത് എന്താണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടില്ല പൈസയ്ക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത്രയും പൈസ വേണം, പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു വീഡിയോ ആദ്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയ ഡാൻസിൻ്റെ പ്രാക്ടീസിൻ്റെ, അപ്പോൾ കുറേ വീഡിയോസ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതിപ്പോയി. ആക്ച്വലി ഇവരുടെ ഒരു ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഇവർ ഓരോ സ്ഥലത്ത് പോകുമ്പം ബിക്കിനി ഇടുന്നുണ്ട്, അതുപോലെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അല്ലേ. ബിക്കിനി ഇട്ട് ഉള്ള വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, എല്ലാം അവർ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഹൻസിക എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഹൻസികനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു ഫാമിലിയിൽ 4 മക്കളിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഹൻസികയ്ക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൻസികയുടെ ഡാൻസൊക്കെ അടിപൊളിയാണ്, മേക്കപ്പ് വീഡിയോസ് അങ്ങനെയെല്ലാം ഞാനും ജസ്റ്റ് ഫോളോ ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം കണ്ടപ്പോൾ ആക്ച്വലി ഒരു സബ്സ്ക്രിപ്ഷനിൽ വന്ന് നമ്മളിങ്ങനെ കാണിക്കുന്ന പറയുമ്പോൾ ഇറ്റ്സ് എക്സ്ട്രീംലി വേറൊരു കാര്യമാണ്. ആക്ച്വലി ഇപ്പം ഞാനാണെങ്കിൽ പോലും എന്താ പറയുക, ഇപ്പോൾ ബിക്കിനി ഇടുന്നതിനോടോ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ഇറക്കം കുറഞ്ഞോ, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നതിനോടോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആക്ച്വലി. അപ്പം അതിനോടൊന്നും എനിക്ക് എന്താ പറയുക, ഇവർ ആ ഡ്രസ്സ് ഇടുന്ന കൊള്ളത്തിൽ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇടുന്ന എന്തിനാണെന്നൊന്നും ചോദിക്കാനുള്ള എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം എനിക്കിഷ്ടമുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ എൻ്റെ ബോഡിക്ക് കംഫർട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടാണെന്നുള്ള ഡ്രസ്സസ് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലവരുടെയും എന്താ പറയുക ഫീഡ്ബാക്സും അതുപോലെ തന്നെ കമൻസൊക്കെ എനിക്കും കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് അത് താല്പര്യമില്ല. കാരണം ഞാൻ എന്നെ കംഫർട്ടായിട്ട് കാണുക, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഡ്രസ്സുകൾ ഞാൻ ഇടാറുണ്ട്. പക്ഷേ എനിക്ക് അതായത് നമ്മൾ സബ്സ്ക്രിപ്ഷന് വന്ന് കാണിക്കുമ്പോൾ എക്സ്ട്രീംലി വേറൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളവിടെ ഒന്നുകിൽ നമ്മളൊക്കെ ഡാൻസിൻ്റെയോ, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഓൾറെഡി നല്ല അടിപൊളി ഡാൻസ്, മേക്കപ്പ്, ഇവരൊക്കെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നല്ല റീച്ചുള്ള ആൾക്കാരാണ്, അതുപോലെ തന്നെ കാണാനും ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെന്തിന് ഇത്ര അധപ്പതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിപ്പം നോർമലി ഉള്ള വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഡാൻസ് റീലിൽ കുറച്ച് ചെറിയ ഡ്രസ്സസ് ഇടുന്ന പോലെ അല്ല സബ്സ്ക്രിപ്ഷനിൽ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് തുണി അഴിച്ചിട്ട് കാണിക്കുന്നതും, നമ്മൾ വഴിയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് ആരുടെയും കൂടെ പോകുന്നു, അത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇപ്പം നാളെ എനിക്ക് ജീവിക്കാനൊരു അവസ്ഥ വന്നില്ല, അല്ലെങ്കിൽ ജീവിക്കാനൊരു മാർഗ്ഗമില്ലെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ
സബ്സ്ക്രിപ്ഷനിൽ വന്ന് തുണി അഴിച്ചിട്ട് കാണിക്കാൻ ഞാൻ ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ അങ്ങനെ വരുന്നവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ടും ചെയ്യത്തില്ല. പ്രത്യേകിച്ചും ഹൻസികേനെ പോലുള്ളൊരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഭയങ്കര വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, അവർക്ക് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇത്തിരി പോലും അങ്ങനത്തെ ആവശ്യമുള്ളൊരു ഫാമിലിയല്ല. പിന്നെ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് അച്ഛനും അമ്മയും നല്ല രീതിക്ക് ഫ്രീഡം ഒക്കെ കൊടുത്ത്, എന്താണ് കൃഷ്ണകുമാർ ആണെങ്കിലും കുറേ ഇൻ്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ഇഷ്ടം അത് അവർക്ക് ചെയ്യാം. പക്ഷേ എങ്കിൽ കൂടിയും ദിയാകൃഷ്ണ ആണെങ്കിലും ഒരുപാട് എന്താ പറയുക ബിക്കിനിയും കാര്യങ്ങളും ഒക്കെ ഇടുന്നതാണ്. പക്ഷേ ഒരു സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഇറ്റ്സ് വെരി റോങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഈ വഴിയിൽ നിൽക്കുന്ന ആൾക്കാരെയും ഇവരെയൊക്കെ ഒരുപോലെയാണ് കാണുന്നത്. പിന്നെ ഇവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈവൻ വഴിയിൽ നിൽക്കുന്ന ആ പെണ്ണുങ്ങൾക്കാണെങ്കിലും അവർക്ക് എന്താ പറയുക, അവർക്ക് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ, അത്രയും ഗതികെട്ടവർ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. പിന്നെ ഈ വീഡിയോ എടുത്ത് വെളിയിലാക്കിയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ആക്ച്വലി ഈ പൈസ കൊടുത്തിട്ട് അവരുടെ വീഡിയോ എടുത്ത് കണ്ടിട്ട് ഇതിപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഉള്ളതിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമ്പർ ഓഫ് സബ്സ്ക്രിപ്ഷൻ കൂടിയിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു PR വർക്ക് പോലെയാണ്. എന്തിനാണ് അങ്ങനെ വന്ന് പബ്ലിക്കാക്കി ഇട്ടത്? അതിൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നോ? കാരണം കുറേയും കൂടെ ആൾക്കാരിലേക്ക് ഇപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹൻസികേനെയൊക്കെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കുറേ കുട്ടികളായിരിക്കും കൂടുതലും ഇവരെ ഫോളോ ചെയ്യുന്നത്. അപ്പം ഹൻസികയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത മോസ്റ്റ്ലി കുറേ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തും. അപ്പം അവർ ഇന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതൊരു റോങ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് ചിന്തിക്കാനുള്ള കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാ കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പം രേണു സുധി എന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും എന്താ പറയുക, എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കൂടുതലായിട്ടും. പക്ഷേ എങ്കിലും ഇത്രയും സോഷ്യലി ഇൻഫ്ലുവൻസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ ചെയ്യുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് കുട്ടികളിലേക്ക് എത്തിക്കാണും. ആൻഡ് നാളെ നമുക്ക് കാണാൻ പറ്റും പലവരും സബ്സ്ക്രിപ്ഷൻ തുടങ്ങും എന്നുള്ളൊരു കാര്യവും. അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഇപ്പം ഇവരുടെ ആരും, അതായത് ഹൻസികയാണെങ്കിലും ബാക്കി ആരും തന്നെ ഈ ഒരു ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായിട്ട് പോലും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തിട്ട് പോലും ഇവർ ഇതിനെതിരെ വന്ന് പറയുമോ അല്ലെങ്കിൽ എന്താണ് റീസൺ എന്താണെന്നൊന്നും ഇവരെ ഒരു ആൻസർ ഒന്നും തന്നിട്ടുമില്ല. അപ്പം അങ്ങനെ ആണ്. അപ്പം ആക്ച്വലി ഒരിക്കലും നമ്മൾ ഭയങ്കര ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇവരോ അങ്ങനെ വിചാരിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇത് ഒരുപാട് കുട്ടികളിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഹൻസികേനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ നമ്പർ ഓഫ് ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. യങ്സ്റ്റേഴ്സിൽ ഭയങ്കര ആൾക്കാർ കൂടുതലാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് അയക്കൂടാ എന്ന് പല കുട്ടികളും ചിന്തിക്കാം. കാരണം മണി എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഇപ്പം കുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള വലിയ പാടൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളൊക്കെ പലവരും പറയുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര സക്സസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് അവർ കുറേ ആയി കഴിയുമ്പോൾ എന്താണ് വീട് വയ്ക്കുന്നു, അവരുടെ കല്യാണം ഭയങ്കര ഇതായിട്ട് ഇത് അങ്ങനെ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിപ്പോയില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്ലാമി ഗംഗ ഒക്കെ എൻ്റെ ഒരു ഏജൊക്കെയാണ്. അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള കുറേ പേരൊക്കെ രക്ഷപ്പെടാത്ത കുറേ ആൾക്കാരൊക്കെ നമ്മളൊക്കെ വെറുതെ ഇത്രയും പഠിച്ചു, നമുക്കൊക്കെ ഇത്രയും ശമ്പളമേ ഉള്ളൂ, പക്ഷേ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അവർ സ്വന്തമായിട്ട് ഇത്രയും ഒരു ഏജിൽ ഇത്ര വീട് വെച്ചു എന്നുള്ള ആ ഒരു സംശയം. നമുക്കും ആ ഒരു ടൈം ആയിരുന്നെങ്കിൽ യൂട്യൂബ് തുടങ്ങിയാൽ മതിയായിരുന്നു. അപ്പം എത്ര പേര് അങ്ങനെ ചിന്തിക്കും? ഇപ്പം സബ്സ്ക്രിപ്ഷനിൽ നല്ല പൈസ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇനി പഠിച്ചിട്ടും കാര്യത്തില്ല, ഇങ്ങനെ പോയിട്ട് കുറച്ച് കാണിച്ചാൽ പോരെ, ഇച്ചിരിയൊക്കെ എന്തെങ്കിലും അല്ലേ ഉള്ളൂ, പിന്നെ അത് കുറച്ചുകൂടെ കാണിച്ചാൽ കുറച്ചുകൂടെ കിട്ടൂലേ, എന്നാൽ കുറച്ചുകൂടെ കാണിച്ചാൽ കുറച്ചുകൂടെ കിട്ടൂലേ എന്ന് ഉറപ്പായിട്ടും ചിന്തിക്കും. ഇനിയുള്ള സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കലും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.